യൂട്യൂബ് ചാനൽ സംരംഭവുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പി ടോക്ക് ചാനൽ ലോഗോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പുറത്തിറക്കി. ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളും വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചാനലിലൂടെ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ യൂട്യൂബ് ചാനൽ പി ടോക്ക് ലോഗോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ വികസന ക്ഷേമ കാര്യങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ച് ജനസേവനം മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അവർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന് ജനങ്ങളുമായി സംവദിക്കാനും വികസന പ്രവർത്തനങ്ങളിൽ ജനാഭിപ്രായം തേടാനുമുള്ള ശക്തമായ വേദിയായി ചാനലിനെ മാറ്റും. പി ടോക്ക് ഫെബ്രുവരിയോടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നതെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ പദ്ധതി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രവർത്തനം കൊണ്ട് ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലൊരു പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു ചാനലായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജില്ലാ പഞ്ചായത്ത് വെർച്വൽ ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് അധ്യക്ഷനായിരുന്നു. ആസൂത്രണത്തിന്റെ പഞ്ചായത്തുകളുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുമായി സംവദിക്കാൻ എല്ലാവരുടെയും സഹായവും പിന്തുണയും പി ടോക്കിന് ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി പി ജമീല, സി വി എം നജ്മ, അംബിക മംഗലത്ത്, കെ വി റീന, കെ സുരേഷ്, പി സുരേന്ദ്രൻ, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ടി ശേഖർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാ